നിന്റെ മകൾ നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഏതെങ്കിലും രാജ്യത്ത് കുരിശുവരയില്ലാതെ പ്രാർത്ഥനയില്ലാതെ ജപമാലയില്ലാതെ കഴിയുവാണെങ്കിൽ നീ എടുക്ക്, ദൈവത്തിന്റെ വചനം എടുക്കുക, എന്നിട്ട് പ്രഖ്യാപിക്കുക. ആ വിശ്വാസം നിറയട്ടെ, അവരിലേക്ക് കടന്നു പോയിക്കൊള്ളും ആ വിശ്വാസം. ജോബിന്റെ പുസ്തകം 29-ാം അധ്യായം 17-ാം വചനം. കർത്താവ് ദുഷ്ടന്റെ ദംഷ്ടങ്ങൾ തകർക്കുന്നു, അവന്റെ പല്ലിന്റെ ഇടയിൽ നിന്ന് ഇരയെ വിമോചിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിന്റെ മകൾ ഇന്ന് കയറിയിരിക്കുന്നത് ഏത് ദുഷ്ടന്റെ ദംഷ്ടങ്ങൾക്കിടയിലാണ്? നമുക്ക് ആർക്കെങ്കിലും അവിടെ നിന്ന് വലിച്ചു ചാടിക്കാൻ പറ്റുമോ? ദാവീദ് സിംഹത്തിന്റെ വായിൽ നിന്ന് ആടിനെ വലിച്ചു ചാടിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ നമുക്ക് വലിച്ചു ചാടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് എടുക്കണം, കരങ്ങളിൽ എടുക്കണം, വിശ്വസിക്കണം, പ്രഖ്യാപിക്കണം. ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകം 19:13 ഇതിൽ പ്രാർത്ഥിച്ചേ. അവൻ രക്തത്തിൽ മുക്കിയ ഏലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവവചനം എന്നാണ്. പ്രിയപ്പെട്ടവരെ, പഴയ നിയമ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തിന് ചെങ്കടൽ പിളരണമെങ്കിൽ ഒരു വടി ഉയർത്തി കാണിക്കണമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാണുന്ന മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് പതിക്കുക എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കും. എന്ത് ചെയ്യണം? പറയണം. എന്ത് ചെയ്യണം? പറയണം. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവൻ പറഞ്ഞ വാക്ക് വിശ്വസിച്ച് അവൻ പോയി പോകും വഴി അവന്റെ മകൻ സുഖപ്പെട്ടു എന്ന വാർത്തയുമായിട്ട് വന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുക, പറയുക, വിശ്വസിക്കുക, പ്രഖ്യാപിക്കുക, വിശ്വസിക്കുക, റിലീസ് ചെയ്യുക.